നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വലിക്കില്ലേ? എന്താ കസ്തൂരി, എങ്ങോട്ടാ? എങ്ങോട്ടുമില്ല, ഇവിടെ തന്നെ. ചേട്ടനൊന്ന് എന്റെ കൂടെ നിന്നാ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. അന്ന് നമ്മൾ ഹോട്ടലിൽ വെച്ചൊരു റീല് ഷൂട്ട് ചെയ്തില്ലേ? അതിന്റെ റീച്ച് എത്രയെന്നറിയോ? എത്രയാ? 76,000. ചേട്ടനെ എനിക്കൊരു ലക്കി പേഴ്സണാ. ചേട്ടൻ നന്നായില്ലെങ്കിലും ചേട്ടന്റെ കൂടെ നിൽക്കുന്നവർ നന്നാവും. ചേട്ടൻ അവിടെ നിന്നിട്ട് എന്നെ നോക്കണേ, ഞാൻ പറയാം. അതുപോലെ തന്നെ ചെയ്യണേ. ദേ ചേട്ടന്റെ ഹൃദയനദി, ചേട്ടന്റെ ലവ് സൗപർണിക. സൗപർണിക നിക്കേ. സൗപർണിക ഒന്ന് വന്നേ. ദേ സൗപർണികയുടെ സ്വന്തം സന്ദീപ്. ഒന്ന് ഇറങ്ങി വാ. വാ വാ. വാ. ഇവിടെ നിൽക്കേ. നല്ല ചേർച്ച. ദൈവം ചേർത്ത് വെക്കാൻ പോകുന്നതാ നിങ്ങളെ. പണ്ടേ എന്റെ അച്ഛമ്മ പറയുമായിരുന്നു, വിഷ്ണു രമയ്ക്ക്, നിഷയ്ക്ക് ശശാങ്കൻ, ഉമയ്ക്ക് ഹരൻ, അതുപോലെ നിങ്ങള് സൗപർണികയ്ക്ക് സന്ദീപ്. ചേട്ടനെ സൗപർണികയെ വലിയ ഇഷ്ടല്ലേ? 100 വട്ടം. സൗപർണികയ്ക്കോ? എനിക്കറിയാം സൗപർണികയ്ക്കും സന്ദീപേട്ടനെ ഇഷ്ടമാണ്. ദാ നോക്ക്, നിങ്ങൾ തമ്മിൽ എന്തൊരു ചേർച്ചയാ. നോക്കി എങ്ങനെയുണ്ട്? നല്ലതല്ലേ? അല്ല, നേരത്തെ പറഞ്ഞെന്താ അച്ഛമ്മ പറഞ്ഞ കാര്യം? അതോ, വിഷ്ണു രമയ്ക്കും, നിഷയ്ക്ക് ശശാങ്കൻ, ഉമയ്ക്ക് ഹരൻ. അതായത് ഏറ്റവും ചേർച്ചയുള്ള ദമ്പതിമാരെന്ന അർത്ഥത്തിലാ അച്ഛമ്മ പറഞ്ഞത്. വിഷ്ണു ഭഗവാന് രമ, അതായത് മഹാലക്ഷ്മി. നിഷ രാത്രി. ശശാങ്കൻ ചന്ദ്രൻ. രാത്രിയുടെ കാമുകനാണല്ലോ ചന്ദ്രൻ. ചന്ദ്രനില്ലെങ്കിൽ രാത്രി ഇരുണ്ടുപോകും. അതുപോലെയാണ് ശിവഭഗവാനും പാർവതിദേവി. ഉമ എന്നാൽ പാർവതിദേവി, ഹരൻ ശിവഭഗവാൻ. അവരെയൊക്കെ പോലെ ചേർച്ചയിൽ നിങ്ങൾക്കും ഞാൻ ഫുൾ മാർക്ക് തരും.